നമസ്കാരം. കേരള ബഡ്ജറ്റ് മാനുവലിലെ 7ാമത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അധ്യായം 1 കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ 7ാമത്തെ ചാപ്റ്റർ. ബഡ്ജറ്റിൻ്റെ 1ാം ഭാഗമാണ്. ബഡ്ജറ്റ് എങ്ങനെയാണ് നടപ്പിലാക്കൽ. നിയമസഭ ബഡ്ജറ്റ് പാസ്സാക്കി കഴിഞ്ഞാൽ ബഡ്ജറ്റ് എങ്ങനെ നടപ്പിലാക്കൽ, ആരേതാണ് ചുമതല, അതിലേത് രീതിയിലാണ് ഓരോരോ ഉദ്യോഗസ്ഥന്മാർക്കത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യലെന്നുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്റർ 7 പറഞ്ഞിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാം പ്രധാനമാണ്, ഓരോ പാരഗ്രാഫും പ്രധാനമാണ്. 61 മുതൽ 80 വരെ പാരഗ്രാഫ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട് പരീക്ഷയ്ക്ക് ആവർത്തിച്ച് വന്നത് മുഴുവനും ബ്ലോഗിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ബ്ലോഗിൻ്റെ അധ്യായം ചോദ്യങ്ങളും ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ബ്ലോഗിലേക്ക് കിടക്കുക, ചോദ്യോത്തരങ്ങൾ പഠിക്കാം. ശരാശരി ഒരു 5 മാർക്കിന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. സാധാരണ ചോദിച്ച് കാണാനുണ്ട് ഈ അധ്യായത്തിൽ നിന്ന്. ഞാൻ 61ാമത്തെ പാരഗ്രാഫ്, പേജ് നമ്പർ 54. ആസ് മെൻഷൻഡ് ഇൻ ചാപ്റ്റർ 1, എക്സിക്യൂഷൻ ഓഫ് ബഡ്ജറ്റ് മാർക്സ് ദ തേർഡ് ഓഫ് ദ ഫോർത്ത് ബഡ്ജറ്ററി സൈക്കിൾ ആൻഡ് ഈസ് പ്യൂർലി ആൻഡ് എക്സിക്യൂട്ടീവ് ഫങ്ഷൻ. ബഡ്ജറ്ററി സൈക്കിളിൻ്റെ 3ാമത്തെ തലാണ്. 1 പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ്, 2 പാസിംഗ് ഓഫ് ബഡ്ജറ്റ്, 3 എക്സിക്യൂഷൻ ഓഫ് ബഡ്ജറ്റ്, 4 റിവ്യൂ ഓഫ് ബഡ്ജറ്റ്. അതിൽ 3ാമത്തെ തലാണ്. അത് ബഡ്ജറ്റ് പാസ്സാക്കി കഴിഞ്ഞാൽ 3ാമത്തെ തലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നടപ്പാക്കലാണ്, എക്സിക്യൂട്ടീവ് ഫങ്ഷനാണ്. എങ്ങനെയാണ് ഇംപ്ലിമെൻ്റ് ചെയ്ത് നടപ്പാക്കലെന്നത് പരീക്ഷയ്ക്ക് വന്നതാണ്. ബഡ്ജറ്ററി സൈക്കിൾ ആൻഡ് ഈസ് പ്യൂർലി ആൻഡ് എക്സിക്യൂട്ടീവ് ഫങ്ഷൻ. എക്സിക്യൂട്ടീവ് ഫങ്ഷൻ ഡാഷ് ഫങ്ഷൻ എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അടുത്ത ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗ്രാൻഡ്സ്. ഓരോരോ ഉദ്യോഗസ്ഥന്മാർക്ക് ഗ്രാൻഡ് ഏതെല്ലാം തലത്തിലാണ് അത് നടപ്പിലാക്കുന്നത്. ആദ്യം ചീഫ് കൺട്രോളിംഗ് ഓഫീസർ, പിന്നെ സബോർഡിനേറ്റ് കൺട്രോളിംഗ് ഓഫീസേഴ്സ്, അടുത്തത് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഓഫീസറാണ്. ഒരു പ്രാവശ്യം അതിൻ്റെ ക്രമം ചോദിച്ചിട്ടുണ്ട്. CCO, SCO, DO. ചീഫ് കൺട്രോളിംഗ് ഓഫീസർ, സബോർഡിനേറ്റ് കൺട്രോളിംഗ് ഓഫീസേഴ്സ് ആൻഡ് ഡിസ്പേഴ്സിംഗ് ഓഫീസർ. When the demands for grant and appropriation bill have been passed, the work of distributing the grants among the various controlling and dispersing officer is taken up. A chief controlling officer may either retain with him the whole of the appropriation and watch the actual expenditure there against, or distribute the appropriation among his subordinate controlling officer, who in turn may distribute the fund at their among the dispersing officer subordinate to them. ആദ്യം ഈ ഫണ്ട് ചീഫ് കൺട്രോളിംഗ് ഓഫീസർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് വേണം കൈവശം വെക്കുക, അല്ലെങ്കിൽ കീഴിലെ സബോർഡിനേറ്റ് കൺട്രോളിംഗ് ഓഫീസർക്ക് നൽകുക ചെലവഴിക്കാൻ വേണ്ടി. സബോർഡിനേറ്റ് കൺട്രോൾ ഓഫീസർക്ക്, ഡിസ്പേഴ്സിംഗ് ഓഫീസർക്ക് ഈ സംഭവങ്ങൾ, ഈ ഫണ്ട് നൽകാമെന്നാണ് പറഞ്ഞത്. അടുത്ത 55ാമത്തെ അതിൻ്റെ കീവേഡ് എന്ന് പറഞ്ഞാൽ അപ്രോപ്രിയേഷൻ ബില്ല്, ചീഫ് കൺട്രോളിംഗ് ഓഫീസർ, ഇത് അപ്രോപ്രിയേഷൻ, സബോർഡിനേറ്റ് കൺട്രോളിംഗ് ഓഫീസർ, ഡിസ്പേഴ്സിംഗ് ഓഫീസറാണ് ഇതിൻ്റെ കീവേഡ്സ്. 55ാമത്തെ പേജിൽ ലാസ്റ്റ് സെൻറ്റൻസ് നോക്ക്. ദ ചീഫ് എഞ്ചിനീയർ ജനറൽ ബിൽഡിംഗ്, അതിന് തൊട്ട് മുമ്പേ 3ാമത്തെ ഈ 54ാമത്തെ പേജിൽ 3ാമത്തെ ഐറ്റം, അണ്ടർ ദ റിവൈസ്ഡ് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഗവൺമെൻറ് ട്രാൻസാക്ഷൻ ഇൻട്രൊഡ്യൂസ്ഡ് വിത്ത് എഫക്റ്റ് ഫ്രം 1974-75, ദ പ്രൊവിഷൻ ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ഫങ്ഷണൽ ബിൽഡിങ്സ്, എക്സാമ്പിൾ സ്കൂൾസ്, കോളേജസ്, hospitals, etc., is made in the budget under a distinct subhead building below the functional major heads concerned.
the chief engineer buildings and roads being the chief controlling officer in respect of this subhead. He alone is competent to distribute or misappropriate or surrender the provided thereunder. അതായത് ഈ പിന്നെ ബിൽഡിങ്സിലെ സബ് ഹെഡിലെ കാര്യങ്ങൾ ചീഫ് ജനറൽ ബിൽഡിംഗ് ആൻഡ് റോഡ്സ് ചീഫ് എഞ്ചിനീയർ ജനറൽ ബിൽഡിങ്സ് ആൻഡ് റോഡ്സ് അദ്ദേഹമാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ അത് ഭാഗമായിട്ട് ചിലവാക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് സറണ്ടർ ചെയ്യുക അല്ലെങ്കിൽ പരിത്യജിക്കുക. അതിൻ്റെ കീവേഡ് ചീഫ് എഞ്ചിനീയർ ജനറൽ ബിൽഡിങ്സ് ആൻഡ് റോഡ്സ്. അടുത്ത യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷനാണ്. ഈ പണം കൈവശം വെക്കുന്നതിനുള്ള നീക്കി വെക്കുന്നതിൻ്റെ യൂണിറ്റാണ് 63. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. എ ഗ്രാൻഡ് ഈസ് നോട്ട് ഓൾവേസ് എക്സ്റ്റെൻസീവ് വിത്ത് എ മേജർ ഹെഡ് ഓൺ അക്കൗണ്ട്. ഓഫൺ ഇറ്റ് കംപ്രൈസ് മോർ ദാൻ വൺ മേജർ ഹെഡ്. ടിൽ ദ എൻഡ് ഓഫ് 1973-74 the subheads within a grant were the unit of appropriation, except in a few cases where the detailed account head were treated as unit of appropriation. Detailed accounts head were treated as unit of appropriation. Under the 5-tier system of classification introduced with effect from 1974-75, the detailed head is taken as the unit of appropriation. പ്രധാനപ്പെട്ടത് whenever it exists and the sub minor head in all other cases. The unit of control, it is by watching the progress of expenditure against each such unit that the control officer can ensure that the expenditure does not exceed the grant as whole. അതിൽ കീവേഡ് മേജർ ഹെഡ് ഓഫ് ദ അക്കൗണ്ട്, ഡീറ്റെയിൽഡ് അക്കൗണ്ട് ഹെഡ്സ്, യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ. അടുത്ത കൺട്രോൾ ഓഫ് എക്സ്പെൻഡിച്ചർ, ചെലവിൻ്റെ നിയന്ത്രണമാണ് 64. In a parliamentary system of government, control over public expenditure is exercised by the 3 different agencies. വളരെ 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 പ്രധാനപ്പെട്ടതാണ്. 3 different agencies. അത് 3 പഠിക്കണം. 1 ലെജിസ്ലേറ്റർ, 2 എക്സിക്യൂട്ടീവ്, 3 ഓഡിറ്റ്. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് വരുന്നതാണ്. അതിൽ രണ്ടാമത്തെ സബ് പാര, ദ ലെജിസ്ലേറ്റർ കീവേഡാണ്, സെറ്റ്സ് എ ലിമിറ്റ് എവറി ഇയർ ഓൺ പബ്ലിക് സ്പെൻഡിങ് ആൻഡ് അപ്രോപ്രിയേറ്റ്സ് ദ സം ടു ബി സ്പെൻഡ് ഓൺ ഈച്ച് സർവീസ് വൈഡി സെക്ഷൻ അപ്രോപ്രിയേഷൻ ബിൽ ഇൻ ചാപ്റ്റർ 6. അടുത്ത പേജ് 56-ാമത്തെ പേജ്. ആദ്യത്തെ 2 സെൻറ്റൻസ് ശ്രദ്ധിക്കുക. കൺട്രോൾ ഓഫ് എക്സ്പെൻഡിച്ചർ ബൈ 56-ാമത്തെ പേജാണ്. കൺട്രോൾ ഓഫ് എക്സ്പെൻഡിച്ചർ ബൈ ദ എക്സിക്യൂട്ടീവ് ഈസ് എ നെസസറി കൺകോമിറ്റൻ്റ് ഓഫ് ലെജിസ്ലേറ്റീവ് കൺട്രോൾ. ലെജിസ്ലേറ്റീവ് കൺട്രോൾ കീവേഡാണ്. ഇത് സം അപ്രോപ്രിയേറ്റഡ് ബൈ ദ legislator are in effect money grant placed at the disposal of the executive. എക്സിക്യൂട്ടീവിൻ്റെ അധീനതയിലാണ്. അതിലൊരു 5-6 ലൈൻ കഴിഞ്ഞാൽ the grouping is generally on a departmental basis. The head of the department കീവേഡാണ് being the chief controlling officer in case where the appropriation is retained by government and not distributed.
അടുത്തൊരു കീവേഡ് ദ സെക്രട്ടറി ടു ഗവൺമെൻറ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് കൺസേൺ വിൽ ബി ദ ചീഫ് കൺട്രോളിംഗ് ഓഫീസർ. അതിന് തൊട്ട് 2 ലൈൻ താഴെ എ ലിസ്റ്റ് ഓഫ് ചീഫ് കൺട്രോളിംഗ് ആൻഡ് സബോർഡിനേറ്റ് കൺട്രോളിംഗ് ഓഫീസേഴ്സ് ആൻഡ് ഹെഡ് ഓഫ് ദ അക്കൗണ്ട് ഫോർ വിച്ച് ദേ ആർ റെസ്പോൺസിബിൾ ഈസ് ഗിവൺ ഇൻ അപ്പൻഡിക്സ് 9. ഏതിലാണ് ഈ ലിസ്റ്റ് ഇല്ലതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൻഡിക്സ് 9. ഇനി തൊട്ട് താഴെ പോയിന്റിൻ്റെ 3ൻ്റെ ഏറ്റവും താഴെ താഴ്ന്ന് ഒരു 4ാമത്തെ ഐറ്റത്തിൻ്റെ മേലെ താഴ്ന്ന ഒരു 6 ലൈൻ മുകളിൽ ദ ഡിസ്ട്രിബ്യൂട്ടിംഗ് ഓഫീസേഴ്സ് ആർ റിക്വയർഡ് ടു സബ്മിറ്റ് ടു ദെയർ കൺട്രോളിംഗ് ഓഫീസർ മന്ത്ലി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ആഫ്റ്റർ റീകൺസിലേഷൻ വിത്ത് ദി ട്രഷറി ഫിഗർ ഇൻ ദ കേസ് ഓഫ് ഓഫീസേഴ്സ് ലിസ്റ്റഡ് ഇൻ അപ്പൻഡിക്സ് 10. ഈ ഓരോ പാരയും സബ് പാരൻ്റെയും താഴെ നിരവധി ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ബ്ലോഗ് നോക്കി മനസ്സിലാക്കാം. ഒന്നും കാര്യമായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ചോദ്യോത്തരം പഠിക്കുക. പിന്നെ ഈ ബഡ്ജറ്റ് മാനുവലിൻ്റെ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം ഇതിൻ്റെ ഉത്തരം കിട്ടും. നമ്മൾ അധികം ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, എളുപ്പത്തിൽ കിട്ടും. അതിൽ 4ാമത്തെ പോയിന്റ് സബ് പാര controlling of expenditure by the executive may be conveniently subdivided into 2 waysലാണ്. ഒന്ന് കൺട്രോൾ എക്സസൈസ്ഡ് ബൈ ദ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് 2 ദാറ്റ് എക്സസൈസ്ഡ് ബൈ ദ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്. കീവേഡ് ദ ഫിനാൻസ് അല്ലെങ്കിൽ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്. 57ാമത്തെ പേജിൽ 65ാമത്തെ പാരഗ്രാഫ് കൺട്രോൾ ബൈ ദ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് 5. ഇതിൻ്റെ കീവേഡ് ആയി തുടങ്ങുന്ന തന്നെ ദ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സൈസ് കൺട്രോൾ ഓവർ എക്സ്പെൻഡിച്ചർ ഇൻ 2 ഡിഫറൻസ് വേ. ആ 2 ഡിഫറൻസ് വേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാന്ന് കൺട്രോൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് 2 വേ ഒന്ന് നോക്കാം. ഒന്ന് by taking action whether necessary based on the warning slips issued by the accountant general. ഒരുപാട് തവണ ചോദിച്ചാണ് ഈ വാണിംഗ് സ്ലിപ്പ് ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്. അക്കൗണ്ട് ജനറലാണ് വാണിംഗ് സ്ലിപ്പ് ഇഷ്യൂ ചെയ്യുന്നത്. നമ്മുടെ ബഡ്ജറ്റ് മാനുവലുണ്ട്, ഫിനാൻഷ്യൽ കോഡിലെല്ലാം ഉണ്ട്. 2ാമത്തത് ത്രൂ ദ സിസ്റ്റം ഓഫ് അപ്രോപ്രിയേഷൻ ആൻഡ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഈസ് സെലക്റ്റഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. അന്നേരം അപ്രോപ്രിയേഷൻ കീവേഡാണ്, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് 2 ഡിഫറൻസ് വേ 1, 2 പറഞ്ഞിട്ടുണ്ട്. അടുത്തത്